ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഗോപൻ സ്വാമിയുടെ സമാധിയും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലെ? എങ്ങനെ മറക്കാനാണ്? കേരളത്തിൽ ഒരു കോലാഹലം സൃഷ്ടിച്ച സമാധി ആയിരുന്നല്ലോ ഗോപൻ സ്വാമിയുടേത്. എന്നാൽ ഗോപൻ സ്വാമിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചോ? ഇല്ല. അതിനെന്താണ് കാരണം? അതിന് 3 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഗോപൻ സ്വാമി അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് ഈ വ്യക്തി മരണപ്പെട്ടു എന്ന് പറയണം. എന്നാൽ ഗോപൻ സ്വാമിയുടെ കേസിൽ ഗോപൻ സ്വാമിയുടെ ഫാമിലി റിലേറ്റീവ്സ്, മെയിൻലി മക്കളും ഭാര്യയും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു ഗോപൻ സ്വാമി മരണപ്പെട്ടിട്ടില്ല എന്ന്. ഗോപൻ സ്വാമി സമാധിയാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം, അതായത് മരണപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുക? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മക്കൾ പറയുന്ന അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോപൻ സ്വാമി ഒരു ദൈവമാണെന്നുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് ആരാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക? അതിനുള്ള ധൈര്യമുള്ള ഏത് അതോറിറ്റിയാണ് ഇന്ത്യയിലുള്ളത്? ഒരു ദൈവത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളത്? ഏതെങ്കിലും ദൈവത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുക? പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഒരുപാട് മക്കളുണ്ട്, അവരവരുടെ അച്ഛനെയും അമ്മനെയും ഒക്കെ ദൈവത്തെ പോലെ കാണുന്നേ എന്ന് പറയുന്നവരുണ്ട്. ഒരുപക്ഷെ ഈ മകനും അവന്റെ അച്ഛനെ ദൈവത്തെ പോലെ കാണുന്നേ എന്ന് പറഞ്ഞതാവാം. മീഡിയാസ് അതിനെ വളച്ചൊടിച്ചതാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ഞാൻ ചെയ്യുന്നില്ല. മൂന്നാമത്തെ റീസൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. കാരണം ഗോപൻ സ്വാമിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു ആപ്ലിക്കേഷൻ ഇതുവരെ ഈ ഫാമിലി കൊടുത്തിട്ടില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവാം. പക്ഷെങ്കിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഫാമിലി തന്നെ പറയുന്നുണ്ട് ആ വ്യക്തി മരണപ്പെട്ടിട്ടില്ല, സമാധി ആയതാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിങ് മുഴുവൻ, സമാധി എന്ന് പറയുന്ന ഒരു പ്ലാനിങ് മൊത്തം സമാധിയായി പോകും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവർ ആപ്ലിക്കേഷൻ ഇതുവരെ കൊടുക്കാത്തത്. എന്നാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അത് ലേറ്റ് ആവുന്നതിനെ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ആവശ്യം ഉണ്ടാവുന്ന ചില സർട്ടിഫിക്കറ്റിൽ ഒന്നാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഒരു വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഉടൻ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഗോപൻ സ്വാമിയുടെ കേസസിൽ ഇവരെന്താ ഉദ്ദേശിച്ചത് എന്ന് ആർക്കും അറിയില്ല, അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. ഗോപൻ സ്വാമിയുടെ കേസിൽ അപ്ലൈ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സമാധിയാണ്. ആ സമാധി ഇപ്പോൾ അതൊരു വലിയൊരു സമാധി മണ്ഡപമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അതൊരു ക്ഷേത്രമായി മാറുമോ എന്നാണ് എല്ലാവർക്കും, നാട്ടുകാർക്കടക്കം എല്ലാവർക്കുമുള്ള സംശയം. അതാണ് കാരണം. അതിനേക്കുള്ള പുറപ്പാടുകളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാട്ടുകാരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വഴിയെ കണ്ടറിയാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.